ഹലോ ഹായ് ഹലോ വെൽക്കം ടു മൂവീസ് കപ്പിൾ. വെൽക്കം. അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്ന് പുതിയ റിലീസ് ചെയ്ത 22 പ്രൈം വീഡിയോയിൽ റിലീസ് ചെയ്ത ഒരു പടമാണ് സിസ്റ്റർ. അതൊരു ഹിന്ദി മൂവിയാണ്. പക്ഷെ നമ്മൾ ഹിന്ദിയിലും തമിഴിലും രണ്ടിലും കണ്ടല്ലേ? ഹിന്ദിയും തമിഴും കണ്ടു. എന്താണോ മലയാളം ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ തെലുങ്കാണ് ഉള്ളത്. നല്ല മൂവിയാണ്. നമുക്ക് ഒരു ത്രില്ലർ രീതിയിൽ പോകുന്നുണ്ട്. ഒരു പക്ഷെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ടാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് സെക്കൻഡ് ഹാഫിലൂടെ പോകുമ്പോഴാണ് ത്രില്ലർ മൂഡ് പിടിക്കുന്നത്. പക്ഷെ അല്ലെ, നല്ല ശക്തമായ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളാണ് അതിനകത്ത് മെയിൻ ആ സിനിമയിലെ കൊണ്ടുപോകുന്നത്. അതെ, അതിലൂടെ അപ്പനും വേണമെങ്കിൽ ഒരു കഥാപാത്രമുണ്ട്, ഒരു മെയിൻ എന്ന് പറയുന്നത്. അതിനകത്ത് സോനാക്ഷി സിൻഹയുടെ ഫാദറായിട്ട് അഭിനയിക്കുന്ന അശുതോഷ് ഗോർക്കർ. അങ്ങനെ അതിനകത്ത് ജ്യോതികയുടെ അഭിനയം എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടതാണ്. നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് ജ്യോതികയുടെ അഭിനയമാണ് അല്ലേ. പിന്നെ ജ്യോതികയുടെ കഥാപാത്രം പല ലേയേഴ്സിൽ കൂടെ പോകുന്നുണ്ട്. അതായത് പല ഇമോഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടി വരുന്നു ആ കഥാപാത്രത്തിന്. മറ്റേ സോനാക്ഷി സിൻഹയുടെ ഒരു പ്രൊഫഷണൽ റീസൺ, ആ ഒരു ഒറ്റ ടച്ചിൽ, അല്ലെങ്കിൽ അതിനകത്ത് കുറച്ച് ഒരു ഫാദർ ഡോട്ടർ റിലേഷൻ അതിനകത്ത് നല്ലോണം പ്രതിപാദിക്കുന്നുണ്ട്. ഇനി നമുക്ക് കഥയിലോട്ട് വരുവാണെങ്കിൽ, സോനാക്ഷി എന്ന് പറയുന്നത് ഒരു ലോയറായിട്ടാണ് ഇതിനകത്ത്. അപ്പൊ അപ്പൻ എന്ന് പറയുന്നത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറാണ്. അപ്പന്റെ മകൻ, അതായത് അപ്പൻ എന്ന് പറയുന്ന ആരായിരുന്നു? അശുതോഷിന്റെ മകളായിട്ടാണ്. അപ്പം അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു ലോയറിന്റെ മകളായിരിക്കുമ്പോഴേക്കും എന്നുള്ള ഒരു രീതിയിലല്ല അപ്പൻ മകളെ ട്രീറ്റ് ചെയ്യുന്നത്. അതായത് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് നീ ഒരു സ്റ്റേജിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു അപ്പനായിട്ടാണ് അതിനകത്ത്. അതായത് അത് പറയുന്നത് സ്റ്റാർട്ടിങ്ങിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇങ്ങനെ ഇവര് തമ്മിലൊരു ഫൈറ്റ് ആവണോ, അങ്ങനെയൊന്നുമല്ല. അപ്പൻ പറയുന്നത് അപ്പന്റെ ഉണ്ട്. പക്ഷെ അപ്പന്റെ ഫേമിലോട്ട് കയറണമെന്നുണ്ടെങ്കിൽ നീ അതിനെ തെളിയിക്കണം. അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ്, അതായത് എന്റെ മകളായതുകൊണ്ടാണ് നീ ഇത്ര പൊസിഷനോട് വരുന്നതെന്നൊരു പിക്ചറായിരിക്കും. അങ്ങനെ അല്ലാതെ ക്ലയൻസിന് നീ നിന്റെ കഴിവ് തെളിയിക്കണം. അപ്പൊ എന്ന് പറഞ്ഞ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 10 കേസ് അടുപ്പിച്ച് ജയിച്ചാൽ മാത്രം എന്റെ ഫേമിലേക്ക് ഡയറക്ടറായിട്ട് നിന്നെ എടുക്കാം. ആദ്യമേ കുറച്ച് പാടാണ്, ഇവക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും. നമുക്ക് ആദ്യം ഓർക്കും ഒരു വിവരവും ഇല്ലാത്ത മകളാണല്ലോ ജനിച്ചു പോയെന്ന്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും തെളിയിച്ചു വരുന്നുണ്ട്. അതൊക്കെ അതിന്റെ ഇടയ്ക്കൂടെ ജ്യോതികയുടെ കുറെ കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും. ജ്യോതിക എന്ന് പറയുന്നത് അവരുടെ ഡൽഹി ഹൈക്കോടതിയിലെ സ്റ്റെനോഗ്രാഫാണ്. അപ്പം അങ്ങനെ അവര് തമ്മിൽ പരിചയപ്പെടുന്നതും അങ്ങനെ ഒരു സെക്കൻഡ് ഹാഫിലോട്ട് പോകുമ്പോഴാണ്, ഒരു ത്രില്ലർ മൂഡൊക്കെ പിടിക്കുമ്പോഴാണ് ഇച്ചിരിയും കൂടി നമുക്ക് ഇത് മനസ്സിലാകുന്നത്. ആദ്യത്തെ എന്ന് പറയുന്നത് ഇവര് 10 കേസ് ജയിക്കാനായിട്ടുള്ള അധികം നമ്മൾ കാണിക്കുന്നില്ല. ജസ്റ്റ് കേസുകൾ ഇങ്ങനെ ഓരോന്ന് അടിച്ചടിച്ച് പോകുന്നത് അല്ലാതെ. പക്ഷെ ആദ്യത്തെ പല കേസുകളും പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ശരിയല്ലല്ലോ. ആ മൂവി കാണാനായിട്ടുള്ള ഇൻട്രസ്റ്റ് നിങ്ങളുടെ പോകും. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നില്ല കാര്യങ്ങൾ. അത് സസ്പെൻസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ. ഇനി ഏതായാലും ശക്തമായ കഥാപാത്രങ്ങൾ, അതായത് ഞാൻ എംഫസൈസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, വീണ്ടും നമുക്ക് കുറെ പെർഫോമൻസ് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ മൂവി വാച്ച് ചെയ്യണം. ഇതിന്റെ ഡയറക്ടർ എന്ന് പറയുന്നത് അശ്വിനി അയ്യറാണ്. നമുക്കറിയാം ദംഗൽ മൂവിയൊക്കെ എടുത്ത തിവാരി, നിതീഷ് തിവാരി അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. അപ്പൊ ആ ഒരു ക്വാളിറ്റി ഇതിനകത്തുണ്ട്. കുറച്ച് നല്ല ഫ്രെയിംസ് ഉണ്ട്. അതായത് എനിക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്റെ വിഷ്വൽസ് നല്ല അടിപൊളി. നമ്മൾ സ്റ്റാർട്ടിങ് മൂവി കണ്ടുപോകുമ്പോഴത്തേക്ക് അതിന്റെ വിഷ്വൽസ് ഒക്കെ നല്ല അടിപൊളിയാണ്. എനിക്ക് ഇത് ഇച്ചിരിയും കൂടിയൊക്കെ ടി വിയിലായതുകൊണ്ട് നമുക്ക് അത്ര ഇതാകാത്ത, പക്ഷെ തിയേറ്ററിലൊക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇച്ചിരിയും കൂടി ആ വിഷ്വൽസ് ഒക്കെ ഇച്ചിരിയും കൂടി നമുക്ക് കണക്റ്റഡ് ആയാലും. ഇനി നമുക്കൊരു നമ്മളെല്ലാ മൂവിയിലും ഇത് ഫാമിലി ആയിട്ട് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു കാര്യം പറയാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോ നമ്മുടെ സദാചാര ബോധം ചിലപ്പോ ഉയർന്നു വരും. പക്ഷെ അതിനൊക്കെ റീസൺസ് ഉണ്ട്. പക്ഷെ അപ്പൊ കൊച്ചു പിള്ളേരുമായിട്ടുണ്ട്, അതായത് ഇച്ചിരി മുതിർന്ന പിള്ളേർക്ക് ഓക്കെ ഫൈൻ. പക്ഷെ തീരെ ഇതൊന്നും എന്തുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറയാത്തവര് ചിലപ്പോൾ ഇത് നെഗറ്റീവായിട്ട് ഇപ്പം അത് അവരുടെ ഉള്ളിലോട്ട് കയറാം. ഇറ്റ്സ് യുവർ ചോയ്സ് ആണ്. എന്ത് ഏജ് ആണെന്ന് നമ്മൾ പറയുന്നില്ല.
പക്ഷെ 13+ ആണ് നമ്മൾ ചെറിയൊരു സംഭവം അത് ആക്ച്വലി ഞങ്ങളും കണ്ടില്ല. ആ ഒരു ഭാഗം നമ്മൾ സ്കിപ്പ് ചെയ്യണേ. നമ്മുടെ കൂടെ ആ സമയത്ത് ഒരാളുണ്ട്, ഒരു കുഞ്ഞ് ഇരുന്നുകൊണ്ട് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നു. പക്ഷെ അത്ര വലിയ സീരിയസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതാണ്. പിന്നെ ഇതിന് എത്ര ഈ ഔട്ട് ഓഫ് 10 എന്തൊരു റേറ്റിംഗ് കൊടുക്കാൻ പറ്റും? ഞാനൊരു 6.5 അല്ലെങ്കിൽ 7 റേഞ്ച്. ഓക്കെ, ഞാനൊരു 6.5 റേഞ്ച് കൊടുക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഏറ്റവും മഹത്തരമായ ഒരു ബ്രില്യൻ മൂവി എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഒരു വൺ ടൈം വാച്ചബിൾ ആണ്. ഒരു അത്യാവശ്യത്തിൽ കാര്യം കുറച്ചൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് പറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും ഇത് എങ്ങോട്ട് എത്താൻ പോകുന്നതെന്ന്. പക്ഷെ നല്ലതാണ്. നമുക്ക് അറിയാവുന്ന പ്രഡിക്റ്റബിൾ ആണെങ്കിൽ പോലും പെർഫോമൻസ് അത് കവർ ചെയ്യും. അപ്പം ഉടനെ തന്നെ ഞങ്ങൾ മറ്റൊരു മൂവിയായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.